പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പാട്ടൊരെണ്ണം വരുന്നുണ്ട് 10 തല എന്ന് പറഞ്ഞിട്ട്. പാട്ടിറങ്ങി കഴിഞ്ഞാൽ ഉമ്മാരെന്നെ വെടിവെച്ചല്ലോ എന്നുള്ള ആൾക്കാർക്ക് അറിയാം. പാട്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണ്. മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലിന് വേണ്ടിയിട്ടാണ് ആ പാട്ട് കൊടുക്കുന്നത്. പാട്ടിന്റെ പേര് 10 തല എന്നാണ്. 10 തല 10 കല. രാവണ പെരുമ്പാട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്ന ആ പാട്ട്. ഏത് നാട്ടിൽ ഇൻസ്പിറേഷൻ? തീർച്ചയായും ശ്രീലങ്കയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. രാമായണമാണോ അവിടുത്തെ രാമായണത്തിൽ? അവിടുത്തെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പരാമായണത്തിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. ഇപ്പോൾ നായകൻ രാവണ പെരുമ്പാട്ടനാണ്. രാവണനാണ് നമ്മുടെ നായകൻ. നമുക്ക് രാമനെ അറിയില്ല. അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത്. അടുത്തത് ഒത്തിരി പ്രശ്നം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വ്യത്യസ്തമായ രാമായണങ്ങളുള്ളത് ശ്രീലങ്കയുടെ രാമായണത്തെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണല്ലോ? അല്ല, അത്യാവശ്യം ധാരണയുള്ള ആളെന്നല്ല, ചെറുതായിട്ട് വായിക്കും, ചെറിയ അറിവുകളുണ്ടെന്നുള്ള. അപ്പോൾ ഞാൻ എല്ലാം വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. കമ്പരാമായണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ രാവണ പെരുമ്പാട്ടൻ കഥകളൊക്കെ തമിഴിൽ ഞാൻ വായിക്കാറുണ്ട്, ഓൺലൈൻ വഴിയും. എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ച്. രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാട്ടൻ അമ്പെയ്ത് കൊല്ലുന്നൊരു ഉത്സവം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിൻ്റെ മേൽ നടത്തുന്ന ഒരു ഹേറ്റഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അതിനെതിരെ ഒരു പാട്ട് എഴുതുക. മര്യാദ പുരുഷൻ അതൊക്കെ പറഞ്ഞു എന്ന് വീട്ടിൽ ആൾക്കാർ നമ്മൾ മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല, നമ്മൾ രാവണ പെരുമ്പാട്ടൻ രാവണനെ നമുക്കറിയുള്ളൂ. അപ്പൊ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് 10 തല. അത് വേഗം ഉണ്ടാവും. മാസപ്പീൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ പാട്ടിറക്കും. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തീർച്ചയായും. വേടൻ ഈസ് എ വാക്കിംഗ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. വേടന് നന്നായി അറിയാം വേടന്റെ പൊളിറ്റിക്സ് പറയണം. ഇത് നന്നായി അറിയാം വേടൻ ഇത് വിവാദമാവുന്നു. ഇതിപ്പോൾ വേടന് ഇഷ്യൂ ആവും. കാരണം ഇവിടെ BJP-ക്കാർ എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ, RSS-കാർ എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ അതെല്ലാം വളർന്ന് പന്തലിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും BJP RSS എതിർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി BJP RSS എതിർക്കുന്ന സംഭവം സപ്പോർട്ട് ചെയ്യുകയാണല്ലോ മറ്റു പാർട്ടിക്കാർക്ക് പണി. അവർ ഉറപ്പായിട്ട് കോൺഗ്രസ് ആണേലും ലീഗ് ആണേലും കമ്മ്യൂണിസ്റ്റ് ആണേലും ഏത് പാർട്ടിയായാലും ചെറിയ ചെറിയ പാർട്ടികളായാലും നിരീശ്വരവാദികളായാലും ദൈവമില്ല എന്ന് പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ടല്ലോ, അവരായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്താ പാട്ട് എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ, അറിഞ്ഞിട്ടില്ല, പക്ഷെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി റീച്ച് കിട്ടും, വേടന് റീച്ച് കിട്ടും, പാട്ടിന് റീച്ച് കിട്ടും. വേടൻ അല്ലെങ്കിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനു മുൻപൊക്കെ 6 ലക്ഷമാണ് ഒരു പരിപാടിക്ക് മേടിക്കുന്നത് പറയുന്നത് കേട്ടോ, ഇപ്പോൾ 10 ലക്ഷമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വളർന്ന് പന്തലിച്ച് പോവും. പിന്നെ വിവാദം ഉണ്ടാക്കി ഹിറ്റാക്കുക എന്ന് ആണ് വേടൻ്റേതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വേടൻ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് സെറ്റിൽഡ് ആവണം, ഇപ്പോൾ പൈസ കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകണം. കാരണം ഞാൻ വീഴുമ്പോൾ കൂടെയുള്ളവരും വീഴുകയാണ്, അപ്പോൾ അതാദ്യം നമുക്ക് ഫിനാൻസ് സെറ്റിൽഡ് ആവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി ഒരു ലക്ഷ്യമാണ്, എങ്ങനെയെങ്കിലും റീച്ച് കിട്ടും അതും കൂടി ഒരു ലക്ഷ്യമായിട്ടാണത് ഇങ്ങനൊരു ആൽബം ഇറക്കുന്നത്. അല്ലെങ്കിൽ ആൽബം ഇവിടെ ഇങ്ങനൊരു വീഡിയോ ഇല്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ട് ഇവിടെ കോളുകൾക്കും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ. ഇനിയിപ്പോൾ ഇത് കൂടി ഇറങ്ങിയാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മോശമായിട്ടുള്ള ആൽബം കുറച്ച് പേർക്ക് ഇത്രയും കാലം ഉള്ളതുപോലെ അല്ലാതെ കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം രാമനെ കുറിച്ചാണ് ഈ പറയുന്നത്, മര്യാദരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ രാമക്ഷേത്രം ഒക്കെ എല്ലാത്തിലും വരാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അവസാനം കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. എനിക്ക് വേടനെ പേഴ്സണലി ആള് നല്ല ആളാണ്, ആൾ പറയുന്നതൊക്കെ കാര്യമാണ്. പക്ഷെ കുറച്ച് ഓവറായിട്ട് പറയുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. അടിച്ചമർത്തപ്പെടുക, അവർക്കൊരിതില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതാണ്. എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓരോ ഏരിയ ഓരോ ആളുകളെയും അനുസരിച്ചിരിക്കും. ഞാനങ്ങനെയല്ല കേട്ടോ, ഞാനങ്ങനെ വേർതിരിവ് കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ജാതിയും കളറിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ വേർതിരിവ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് അധികമായിട്ട് വേർതിരിവായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നമ്മളങ്ങനെ ജാതി മതം നോക്കിയിട്ടല്ല ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നാത്തതായിരിക്കാം.
വേടന് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ, ഇതുപോലുള്ള പാട്ടുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അത് സക്സസ് തന്നെയാണല്ലോ. പക്ഷേ ഇനി വരാൻ പോകുന്ന ആൽബം കേരളം കത്താനുള്ള ആൽബമാണെന്ന് തോന്നുന്നു. അത് ഇന്ത്യയിലേക്ക് പടർന്ന് പന്തലിക്കാതെ എന്നാ ഭാഗ്യം. എന്താവുമോ കണ്ടറിയാം. ഓക്കെ, ബൈ.